ഇപ്പോൾ പൊതുവെ നമ്മുടെ മലയാള സിനിമയിൽ ഈ അടുത്തായിട്ട് കുറേ കോൺട്രവേഴ്സീസ് വന്നു. അപ്പോൾ അതിൽ വന്നൊരു കാര്യമാണ് നമ്മുടെ ഹൈറാർക്കി സിസ്റ്റം, അല്ലെങ്കിൽ അതുകൊണ്ട് മാറ്റി നിർത്തപ്പെടുന്നു പലവരും, അല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങൾ, വിമൻ്റെ സേഫ്റ്റി അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ? ലൈക്ക് ന്യൂകമ്മർ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങളും ബഡ്ഡിങ് ആയിട്ട് വരുമല്ലോ. അപ്പോൾ ഈ ഹൈറാർക്കി സിസ്റ്റം കൊണ്ട് നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ഇതൊന്നും എനിക്കുണ്ടായിട്ടില്ല. കാരണം എൻ്റെ ഭാഗ്യം കൊണ്ട് ഞാൻ വർക്ക് ചെയ്തതൊക്കെ നല്ല ടീംസിനാണെന്ന്. അതേപോലെ മുമ്പിലായാലും ഭഗവാൻ ദാസിനൊക്കെ ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവാണ് എല്ലാവരും. അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ഒരു സീൻ തെറ്റിപ്പോയാ അല്ലെങ്കിൽ മാറിപ്പോയാ അങ്ങനെ വഴക്ക് പറയുക പോലും ഇല്ല. ഇപ്പൊ ചില ആൾക്കാർ ഇന്റർവ്യൂസിലൊക്കെ വന്നിട്ട് പറയുന്ന കേട്ടിട്ടുണ്ട്, എന്നെ വഴക്ക് പറഞ്ഞു, എന്നെ ഇതാക്കി. പക്ഷെ അത് നമുക്കൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ചിലപ്പോൾ വലിയ വലിയ ഡയറക്ടേഴ്സിനൊക്കെ കൂടെ ഇതാക്കുമ്പോൾ അങ്ങനത്തെ എക്സ്പീരിയൻസ് വരുമായിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ ഒരു വാട്ട് ഇസ് ദാറ്റ് ഇൻഫീരിയോറിറ്റി അങ്ങനത്തെ ഒരു ഫീലിംഗ് ഒന്നും തന്നിട്ടില്ല. ഭാഗ്യം കൊണ്ടായിരിക്കും ഇതുവരെ. ഇനിയിപ്പോ അങ്ങോട്ടേക്ക് രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങനത്തെ ഒരു ലൈക്ക് വർക്ക് ചെയ്യുന്ന ആൾക്കാരനുസരിച്ചിട്ട് മാറും. വർക്ക് ചെയ്യുന്ന ആൾക്കാരനുസരിച്ചിട്ടിരിക്കും. ഇപ്പൊ എനിക്ക് തോന്നുന്നു നല്ല സപ്പോർട്ടീവാണ്. കൂടുതലും നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ആൾക്കാരാണ്. ഒരു സേഫ്റ്റി ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തിട്ടൊന്നുമില്ല. അഖിലിന് എന്തായിട്ടുണ്ടോ അങ്ങനെ ഇതുവരെ ചെയ്ത വർക്കുകളൊക്കെ കൂളായിട്ടാ പോയിരിക്കുന്നത്. ഹാൻഡിൽ ചെയ്യാൻ എളുപ്പം എന്നുള്ളതിൽ ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുള്ള ടൈപ്പും ക്രൂവും എല്ലാം ആയിരുന്നു. അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതെല്ലാം സഹായിച്ച് ഇനിയും ഇല്ലാതിരിക്കട്ടെ. ഓക്കെ, അപ്പൊ നമ്മുടെ സിനിമ റിലീസിന് ഒരുങ്ങുകയല്ലേ, എന്താ നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ളത്? സിനിമ കാണണം. സിമ്പിൾ ആയിട്ട് സിനിമ കാണണം. ഭയങ്കര ആഗ്രഹിച്ച് വന്ന ഒരാളാണ് സിനിമയിലേക്ക്. സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഒരാൾക്ക് തീർച്ചയായിട്ടും ടീച്ചർ ആയിരുന്നില്ലേ, ടീച്ചിങ് ജോബൊക്കെ റിസൈൻ ചെയ്ത് ലെക്ചറായിട്ട് കോളേജില്. അപ്പൊ അങ്ങനെ ആ ജോലി റിസൈൻ ചെയ്തിട്ട് ഇതിനു വേണ്ടി മാത്രം ടൈം ഡെഡിക്കേറ്റ് ചെയ്ത് എഴുതി തയ്യാറാക്കി സ്ക്രിപ്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് അങ്ങനെയൊക്കെ വന്ന ആളാണ് ഹരി ചേച്ചി. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു ഇത് കിട്ടണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഒരു റിസൾട്ട് കിട്ടണം എന്ന് ആഗ്രഹമുണ്ട്. പിന്നെ എന്തൊക്കെ ബാക്ക് സ്റ്റോറി പറഞ്ഞാലും ഫൈനലി നമ്മുടെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നതിനെ സംബന്ധിച്ചാ. പക്ഷെ അതിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അത് നല്ലൊരു സിനിമയായിരിക്കും. അപ്പോൾ എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ വൻ വിജയകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങളും ഇനി പുതിയ നല്ല നല്ല റോളിൽ ഞങ്ങളുടെ മുമ്പിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. സെറ്റ്. അതെ.